മുന്നത്തെ ആളത്ര പറഞ്ഞേ? മുന്നത്തെ ആളത്ര പറഞ്ഞേ? ആ ഓട്ടം വളരെ മോശമാണ്. എല്ലാത്തിനും സാധനത്തിന് വില കൂടി. അവിടെ സ്ഥലം കിട്ടുന്നില്ല. പൊന്നാലും ചേച്ചി ഞങ്ങൾ ഇല്ലാത്തോടത്തേക്ക് എന്തെങ്കിലും കയറ്റിക്കൊണ്ടത് ഒന്ന് ഒരിക്കൽ തന്നെ എല്ലാവർക്കും പോയിക്കൂടെ? നമ്മളതിന്റെ സമരം ചെയ്തിട്ട് കാര്യമില്ല. അതാക്കി എത്ര 2022 കൂട്ടിയതാ 30 രൂപയ്ക്കിതാ. അതിനെ എപ്പോഴും കണ്ടിന്യൂ കൊടുക്കൊണ്ടിരിക്കും. എല്ലാത്തിനും പെട്രോൾ ഡീസൽ വിലക്കെ കൂടി നമ്മളതിന് ചാർജ് കൂട്ടിയിട്ടില്ല. എന്താ കാട്ടുക? അപ്പൊ ഉള്ള ഓട്ടം കൊണ്ട് ഉള്ളത് പിടിച്ച് പോവുക. അല്ലാതെ എന്താ അല്ലാതെ അതിന് കടമ്പട്ടം പിടിച്ചാൽ ഇതായാലും ആരും തിരിക്കാണ്ടാവും. കിട്ടൂല. നമുക്ക് എന്തായാലും പോകണ്ടേ? അതാണ് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവരോടത്തേക്ക് ഇറങ്ങണം. വീട്ടോടെയാ വാങ്ങില്ല. ഇവിടുത്തെ പണിയുണ്ടോ? അമ്പലത്തിക്കെന്നാ? വണ്ടിയാൾക്കോ അതോ തെറ്റ് തൊഴിലാളിയോ? നിങ്ങൾക്ക് പിന്നെ അത്ര ഇതില്ലല്ലോ. നിയമങ്ങൾ പ്രശ്നങ്ങളൊന്നും ചില ചെയ്തില്ല. കുഴപ്പമില്ലാത്ത പ്രശ്നം ചില നമ്മളതിന് ഭയങ്കര പ്രശ്നമാണ്. ടാക്സ് അടയ്ക്കണം ചില വേണം, ക്ഷേമനിധി അടയ്ക്കണം. അപ്പം അങ്ങനെയല്ല, കുറേ വണ്ടിക്കാർ വണ്ടി എടുത്തതിനെ ക്ഷേമനിധി ചെയ്തിട്ട് തന്നെയില്ല. അപ്പം അങ്ങനെ ടാക്സ് അടയ്ക്കാൻ ക്ഷേമനിധിൻ്റെ പോകുമ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഖ്യ 5 കൊല്ലത്തെ ഒരുമിച്ച് 20,000 30,000 ഒക്കെ വരുന്നതാണ്. നാടങ്ങളിട്ടില്ലേ? അല്ല നാടന് നമുക്കിപ്പോ ഒരു ഇതും ചേർക്കാത്ത സാധനം എങ്ങനെയൊന്നും നേരിട്ടില്ല. അതിനൊന്നും വല്ല ലക്ഷമുണ്ടോ? അല്ല നിങ്ങൾ ചെത്തിൻ്റെ ആളല്ലേ? അത് ശരി. അങ്ങനല്ലേ? അല്ല ആ നേരിട്ട് കിട്ടുന്ന സാധനം കുറിച്ച് വല്ല കാര്യമുണ്ടോ? ഉണ്ടാവും. ഇതിലോ കലക്കി വരുമ്പോ അതിമ്മ കിട്ടൂലേ? അതെ. ഇതെന്താ കലക്കിട്ടാവല്ലേ? അല്ല നാടൻ ഭാഷ മിക്സ് ചെയ്തോ? കണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് പേടിച്ചാൽ നല്ലതാണ് കുടിക്കുന്നത്. ചിലപ്പോൾ ഏത് വലിയ വിഷയില്ല. അതില്ല, അതുണ്ടാവൂല. അത് ചിന്തിച്ചാൽ മതി. രണ്ട് നിലവിലോ എന്താ കുടി ഓനെ ഒന്നില്ലെങ്കിൽ അസുഖം അറിയും. അപ്പൊ ചോദിക്കുക വരാത്ത കുടിക്കാത്തവർക്ക് ഒരു അസുഖമില്ലല്ലോ, ഒരു മരിക്കുന്നില്ല, കാലാകാലം ജീവിക്കാറുള്ളൂ. പിന്നെ അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ദൈവം വിചാരിച്ചാൽ ആദ്യം എന്താണോ അത് അങ്ങനെ തന്നെയാണ്. അതിനിപ്പോ കാരണം നമ്മൾ കുടിക്കാനുള്ള കാരണം ആയിക്കോട്ടെ, അത് സന്തോഷിക്കാം. അല്ല അപ്പൊ നമ്മളിപ്പോ പക്ഷേ ചിന്തണ്ടേ വേറെ ഉദാഹരണമുണ്ട്. ഇപ്പൊ ഒരു പരിപാടി എടുക്കണം. ഇപ്പൊ കുടുംബത്തിന് കല്യാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ 2 അടിച്ചെന്താണല്ലോ അവിടെ ഒരു രസമാണ്. ആരും കമ്പനിയാണെന്ന് വിചാരിക്കും. നമ്മളെന്നെ 2 അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആൾക്കാരുടെ വർത്താനം പറയാനൊക്കെ രസമാണ്. ഇതൊന്നും അടിക്കാതിരുന്ന ചത്ത പോലെ ആയിരിക്കും. അതെ 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 അതിനൊക്കെ 2 അടിച്ചാലേ അതിൻ്റെ അടുത്ത് കിട്ടുള്ളൂ. ഓരോ അത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടില്ലേ
ഒരു ഫസ്റ്റത്തെ ഒരു പെഗ്ഗിൽ നല്ലത് കയറും, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം, ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് കൊടുക്കുക. അങ്ങനെ 3-4 പെഗ്ഗിൽ വരെ ചൂടുള്ളൂ, ബാക്കി ചൂട് നമ്മൾ അറിയിച്ചല്ലോ, പിന്നെ എന്തൊക്കെയോ ആയി പോകുന്നത്.